ഞായറാഴ്ച ഒക്ടോബർ. ഇന്ന് മഴയായതുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം വെയിലും തോർച്ചയൊക്കെ കാണാണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നും എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നുന്നില്ല. മഴ ഉണ്ടായിരുന്നു, രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അങ്ങ് തെളിഞ്ഞിട്ടുണ്ട്. കാലത്ത് തന്നെ എന്തായാലും മുടക്കാണല്ലോ. അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ഇനി ഈ വീഡിയോയിൽ 1-2 ദിവസത്തെ കാര്യങ്ങളും വർക്ക് ഫ്ലോയും ആസ് യൂഷ്വൽ കഴിഞ്ഞ വീഡിയോ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ വീഡിയോ കുറച്ച് പേര് കണ്ടു എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനായിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു അഡീനിയം എന്നാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൊമ്പ് വേണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു മിനി മാർട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇത് അമ്പലത്തിൻ്റെ തന്നെ സ്ഥലമാണ്. അവിടെ നിറയെ ചെണ്ടുമല്ലി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് സാധാരണ ഇത് പൊട്ടിക്കാറുള്ളതാണ്. ഇത്തവണ ഇതൊന്നും പറിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറച്ച് മല്ലിയില, പുതിനയില, അങ്ങനത്തെ തൈര്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. ഇന്നൊരു സംഭവ ബഹുലമായ ദിവസമാണ്. എല്ലാതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, കാരണം മടുത്തു പോയി ഞാൻ. അപ്പോൾ കാലത്ത് തന്നെ എനിക്ക് ബാങ്കിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ നമസ്വീനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആ ഒരു ചെറിയൊരു 1 hour ഗ്യാപ്പ് എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ എന്നെ വീട്ടിൽ വിട്ടിട്ട് ഏട്ടന് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സാധാ നൂല് വാങ്ങുന്ന കടയിൽ നിന്ന് ഈ ഒരു ക്രോഷ്യ ത്രെഡ്, നമ്മൾ ആ ബേബി ബ്ലാങ്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന ത്രെഡാണിത്. അപ്പോൾ അതിലെനിക്ക് ആവശ്യമുള്ളത് വാങ്ങിയിട്ടോ. ഞാൻ തൊട്ടടുത്തുള്ള ഫാൻസി ഷോപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ അത്യാവശ്യം ഇല്ലെങ്കിലും ഞാനൊന്ന് വെറുതെ കയറി ഇറങ്ങുന്ന ഒരു ഷോപ്പാണിത്. സത്യത്തിലൊരു പൊട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാലും ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ വായി നോക്കി നിന്ന് 1-2 കവായ് സ്റ്റിക്കേഴ്സ് വാങ്ങി, പൊട്ട് വാങ്ങി, വേറെ കുഞ്ഞ് ചെയിൻ വാങ്ങി, അങ്ങനെ ചെറിയ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കിട്ടും. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് നിന്ന് വായി നോക്കി നിൽക്കാൻ പാകത്തിനുള്ള നല്ല കളക്ഷൻസ് ഉണ്ട്. അതായത് യുണീക്കായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ തൃശ്ശൂരിലുള്ള ഷോപ്പിലും പോകാറുണ്ട്, പക്ഷെ എനിക്ക് ഈ ഷോപ്പാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടെ നിന്ന് നമസ്വീനെ എടുത്തിട്ട് വേണമല്ലോ പോകാൻ. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടവാണ്. പണ്ടൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വേനലൊക്കെ ആകുമ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. അപ്പോൾ ഈ പാടം കടന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് മുറിച്ച് കടക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കടന്ന് ആ ബണ്ടിൽ കൂടെ നടന്നിട്ട് സ്കൂളിൽ പോകാറുണ്ട് കേട്ടോ. അതായത് ആ ബണ്ടിൽ കൂടെ നടന്ന് അങ്ങടെ അറ്റത്ത് എത്തണത് സ്കൂളിൻ്റെ ഭാഗത്താണ്. ഈ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന വഞ്ചികളൊന്നും നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഇവിടുത്തെ കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള വഞ്ചിയും കാര്യങ്ങളൊക്കെയാണ്. ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. ഈ കടവ് വന്നിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം, ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത്രയൊക്കെ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഇങ്ങനെ കടവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ ആ ഒരു സ്ലാൻഡ് ആയിട്ടുള്ളത് ഇങ്ങനെ ഇറങ്ങി ഈ അറ്റത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഭാഗം ആണ് ചേറ്റുപുഴ, മനക്കുടി ആ ഭാഗമായിട്ട് വരിക. ഇവിടെ നിന്ന് ഇപ്പുറത്തെ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എലത്തുരുത്ത് ആ ഭാഗമായിട്ട് വരും കേട്ടോ. എലത്തുരുത്ത് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്നത് ആ അറ്റത്ത് അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം വന്നു. പണ്ടൊക്കെ ഒരുപാട് സമയം ഇവിടെ വെറുതെ വന്നിരിക്കും, കാറ്റുകൊള്ളും, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന സ്ഥലമായതാണ്. നമുക്ക് വേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇനി ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല സൺസെറ്റ് കാണാനാണെങ്കിലും ഒക്കെ വന്നിരുന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ ഞാനും നമസ്വി ഇഷാനിയും ഉണ്ട്. ഞാനിങ്ങോട്ട് വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരും വന്നു കേട്ടോ. അപ്പോൾ നിറയെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടം വരെയും വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ന്യൂനമർദ്ദത്തിൻ്റെ മഴയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ അവരെ ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇപ്പോൾ അവരവരുടെ ഒരു ആശ തീർക്കാൻ വേണ്ടി 2 ഇല എടുത്ത് വെള്ളത്തിലിട്ട് സന്തോഷിക്കുകയാണ്. വഞ്ചി ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല. അവിടെ നിന്ന് പിന്നെ നേരെ ഹോസ്പിറ്റലിലാണ് പോയത്. നമസ്വിയുടെ പല്ലിൻ്റെ എക്സ്റേ എടുക്കണമായിരുന്നു. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പല്ലിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉച്ചതിരിഞ്ഞ് 1:30 മുതൽ 4 മണി വരെ ഞാനും വിവേട്ടനും അവിടെയുള്ള 6 സിസ്റ്റേഴ്സും അശ്രാന്ത പരിശ്രമം നടത്തി. പക്ഷേ കുട്ടി ഭൂമി കുലുങ്ങുന്നത് പോലെ കരഞ്ഞത് കൊണ്ടും സമ്മതിക്കാത്തത് കൊണ്ടും എക്സ്റേ കിട്ടിയില്ല കേട്ടോ. 2-3 ഫിലിം വേസ്റ്റായി. അവൾ 2 പല്ല് റൂട്ട് കനാൽ പറഞ്ഞിട്ട് നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് സ്കൂളിലേക്ക് കേരളപ്പിറവി അനുബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. ഡ്രോയിങ്ങോ പ്രിൻ്റ് എന്തായാലും മതി. പ്രിൻ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല.
പിന്നെ ടീച്ചർ ഡ്രോയിങ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇത് രാവിലെ 9 മണിയാകുമ്പോൾ ബസ് വരും. ഇപ്പോൾ ഏകദേശം 8:15 കാലത്ത് എഴുന്നേറ്റിട്ടാണ് ഞാൻ ഇത് വരയ്ക്കാനിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ പണി ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല, ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് എനിക്കത് ചെയ്യാൻ പറ്റുക ലാസ്റ്റ് മിനിറ്റ് ആവും കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്ന് 2-3 റെഫറൻസ് എടുത്ത് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരച്ചിട്ടുള്ള ഒരു സാധനമാണിത്. ടൈപ്പോഗ്രാഫിയിൽ ഞാൻ കേരളം എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ 2 തെങ്ങ്, ആ ഒരു ബീച്ച് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ തീരപ്രദേശം എന്ന് കാണിക്കാൻ കുറച്ച് വള്ളംകളി കാണിക്കാൻ വഞ്ചി, അങ്ങനത്തെ ചെറിയ ചെറിയ ഊടായ്പൊക്കെ ആയിട്ട് ഞാനൊരു ഡ്രോയിങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ക്ലാസ് വർക്കൊക്കെ വരുമ്പോൾ ചേട്ടനാണ് കേട്ടോ ചെയ്തു തരാറുള്ളത്. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ആ സമയത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ അമ്മായിയുടെ മോൻ ഉണ്ട്, ആൾ നല്ല അസാധ്യമായിട്ട് വരയ്ക്കും. സുബിച്ചേട്ടനാണ് അപ്പോൾ ഈ പണികളൊക്കെ ചെയ്ത് തന്നിരുന്നത്. ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബിച്ചേട്ടനെയും നോട്ട് എഴുതി തന്നിരുന്ന ഞാൻ +2 പഠിക്കുമ്പോൾ വരെ പാപ്പായി എൻ്റെ നോട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ആരുടെയെങ്കിലുമൊക്കെ ബുക്ക് വാങ്ങി കൊണ്ടുവരാൻ നോട്ടൊക്കെ പകർത്തി എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. പാപ്പായി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനെ. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്കൂളിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അനുസരിച്ച് കുട്ടികളെയും കൂട്ടത്തിൽ അമ്മമാരെയും ഒരു ആർട്ടിസ്റ്റ് സർഗ പ്രതിഭകളൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റമുണ്ട്. ഞാനതൊരു കുറ്റമായിട്ട് പറയണതല്ല, എനിക്കത് നല്ല ഇഷ്ടമാണ്. എനിക്കിപ്പോൾ എത്ര നേരമില്ല എന്ന് പറഞ്ഞാലും ഞാനത് ചെയ്ത് കൊടുത്തേക്കും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവണമെന്നില്ല. എന്നാലും ഒരു കോർ സ്റ്റഡീസിനെ മാത്രം എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമസ്വി സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്, CBSE അല്ല. ഞാൻ പഠിച്ചത് സ്കൂളിലാണ് നമസ്വി പഠിക്കുന്നത്. എനിക്കെൻ്റെ സ്കൂൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളിലെ കാര്യമൊക്കെ അറിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും കളിയും വരയും തിക്കും തിരക്കും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഓക്കെയാണ്, എല്ലാവർക്കും ചിലപ്പോൾ ഓക്കെ ആയിരിക്കണമെന്നില്ല. എനിവേ, പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ഒരു കുട്ടീനെ LKGയിൽ ചേർത്തണ സമയം തൊട്ടൊരു 4ാം ക്ലാസ് വരെ നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് മാറേണ്ട പല പല അവസരങ്ങൾ എല്ലാ ഫെസ്റ്റിവൽസിനും, ഇപ്പോൾ ഗ്രീൻ ഡേ, എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, റെയിൻബോ ഡേ, അങ്ങനെ കളേഴ്സ്, പല പല ഡേയ്സ്, ഇത്രയധികം ഡേയ്സൊക്കെ ഉണ്ടോ ദൈവമേ എന്നുള്ള ഒരു വിളി നമുക്ക് ആ സമയത്തേക്ക് വരും. അത്രയും ഡേയ്സിന് എന്താ വേറെ ഡേ, ഒരു പ്രധാനപ്പെട്ട ഒരു ഡേ ഉണ്ടല്ലോ. അതേത് ദിവസം നമ്മൾ ചെടി നടുന്ന ദിവസം ഏതാ? പരിസ്ഥിതി ദിനം. അതന്നെ പരിസ്ഥിതി ദിനം. അപ്പം അതിനൊക്കെ ഉള്ള ആക്ടിവിറ്റീസ്, യോഗ ഡേ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളതൊന്നും ചെയ്തിട്ടില്ല, അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൺസ് മോർ ഒരു സപ്ലൈ എഴുതിയെടുക്കുന്ന പോലെ നമുക്ക് ഇതിലൊക്കെ എൻഗേജ്ഡ് ആവാൻ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു അവസരം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി സ്കൂളിൽ ചേർത്തതോടു കൂടി കിട്ടും. ഞാൻ ചുമ്മാ ഒരു തമാശ പോലെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ യാതൊരു കംപ്ലയിൻസും ഇല്ല. ഐ എം സോ ഹാപ്പി. സോ ദാറ്റ് എനിക്കും ഇത് ചെയ്യാൻ ഉള്ളൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. ഈ ഒരു കളർ ബോക്സ് ഏട്ടൻ്റെ ഫ്രണ്ട് നമസ്വിക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, 36 കളറുണ്ട്. അപ്പോൾ ഓൾ താങ്ക്സ് ടു ഉണ്ണിക്കുട്ടിയേട്ടൻ കേട്ടോ. 8:15 ഇനി എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് പറഞ്ഞു വിടണം. ഹൈ, ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ആ ഡ്രസ്സിൽ എന്ത് ചെയ്യാനായിട്ട്, ഡ്രോയിങ് ചെയ്യാനും പെയിൻറ്റിങ് ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ ഞാൻ ത്രെഡും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അതിൽ കൂടുതലൊന്നും നടക്കില്ല, അത്രയൊക്കെ തന്നെ നടക്കുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും ഈ മെയിനായിട്ട് ആ തുന്നി വെച്ച ഡ്രസ്സിൻ്റെ ബാക്കിയുള്ളത് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അത് തന്നെയായിട്ടൊരു എന്താണ് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ പോലെ ഞാൻ എടുത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇപ്പം ഇന്നത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയാൽ, ഇന്നും നാളെയായിട്ടത് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് ഫർദർ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസും ഇട്ടിട്ട് കുറച്ചായിരിക്കുന്നു. അതേപോലെ തന്നെ ലോങ് വീഡിയോസിനും അധികം ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ഇടാൻ പറ്റുന്നില്ല. ഫ്രീക്വൻ്റ്ലി ഇട്ടാലാണ് നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സും നല്ല രീതിയിൽ പോവുള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ അത് ചെയ്യണം. നാളെ നമ്മൾ സ്കൂളിലെ പാരൻറ്റ്സ് മീറ്റിംഗ് ആണ്. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെ അങ്ങനെ പോകും. അങ്ങനെ പിന്നെ ഞാനൊരു കാര്യത്തിന് പോകുന്നുണ്ട്. നമ്മുടെ
2025 വിഷൻ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ ഞാൻ ചെയ്തില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്, പിന്നെ ക്രോഷ്യ വർക്ക് പഠിക്കുക എന്നുള്ളത്, ആരി എംബ്രോയിഡറി പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് നവംബർ ഡിസംബർ 2 മാസമേ. ഇന്ന് ഞാൻ ഐ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. ലേണേഴ്സിനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഐ ടെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഈ കൊല്ലം കഴിയുന്നതോടുകൂടി ഞാൻ എക്സ്പേർട്ട് ആവാനൊന്നും പോകുന്നുണ്ടാവില്ല രീതിയിൽ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോഷ്യ ഒന്ന് സൈഡാക്കിയിട്ട് ഇനി ആരി വർക്കിൻ്റെ തുടങ്ങണം കേട്ടോ. അതും ഈ 2 മന്ത്സിലായിട്ടെങ്കിലൊക്കെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന രീതിയിലേക്ക് സെറ്റാക്കണം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള നിലവിലത്തെ പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, ഒരു 30-ാം തീയതി 21 പാരൻസ് മീറ്റിങ്, അത് കഴിഞ്ഞ് 31-ാം തീയതി 31-ാം തീയതി സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് ഉണ്ട്. നമസ്വിക്ക് കേരളപ്പിറവിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാൻസി ഡ്രസ്സ് ഉണ്ട്. അതിന് തീമൊന്നുമില്ല, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതും ഒന്ന് എന്താ പെട്ടെന്ന് എന്താക്കി കൊടുക്കാൻ പറ്റുക, അത് കോമ്പറ്റീഷനാണ്, എന്തെങ്കിലും സെറ്റാക്കണം. അപ്പം അങ്ങനെയാണ് ഈ ഒരാഴ്ചത്തെ കാര്യം. ഓക്കെ, അങ്ങനെ ഞാൻ ഐ ടെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പവർ പ്ലഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പവർ പ്ലഗ് ഒരെണ്ണം ഷോർട്ടായിട്ട് കരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നത്, വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷെ അത് സ്യൂട്ടായില്ല. ഇത് എന്താ 6 ആംസിൻ്റെയാണ്. അപ്പോൾ അതിന് വലിപ്പം നമ്മുടെ നോർമൽ വീട്ടിലുള്ള പ്ലഗ് പോയിൻറ്റിൻ്റെ ആ ഒരു 3 പിൻ ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ചും കൂടെ വലിപ്പം അതിന് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ പോയി മാറ്റിയതാണ്. ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്. തിരിച്ച് വരുന്ന വഴിക്ക് ആ വേലിയിലുണ്ടായിരുന്ന എനിക്ക് കൊള്ളാം എന്ന് തോന്നിയ ചെടികളൊക്കെ ഞാനിങ്ങനെ പറിച്ചു. ഇത് വേലിയിൽ നിന്ന് പറിച്ചതല്ല, ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ. ഇത് അമ്മ കഴിഞ്ഞ ദിവസം തന്നതാണ്. അത് നടണം. അപ്പോൾ ഇത് നടണം. പിന്നെ ഇതാ കുറച്ച് പുതിയ എഡിഷൻസ് ഉണ്ട്. ഇതൊരു ഭംഗിയുള്ള ഒരു ചേമ്പിൻ്റെ ഒരു വെറൈറ്റി, ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി. ഇത് രണ്ടും വേറെ ഇങ്ങനെ തൂങ്ങി വളർന്ന, അതിൽ ഓർക്കിഡൊക്കെ ഉണ്ട് 2-3 കളർ. അതൊക്കെ മാറ്റി വേറെ വെക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തി എൻ്റെ വീട്ടിൽ വെച്ച് വളർത്തി വലുതാക്കിയ ചെടികളാണ്. അവിടെ പിന്നെ പാമ്പ് വന്നപ്പോൾ ആ കാടും പടലായിരിക്കുന്ന ചെടികളൊക്കെ എടുത്ത് ഒഴിവാക്കി. എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചെടിയാണ്. കല്യാണ സൗഗന്ധികമാണത്. അത് വേറെ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതൊക്കെ ഞാൻ വെള്ളം കിട്ടുമല്ലോ മഴ പെയ്യുമ്പോൾ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വെള്ളം ഒഴിക്കലൊക്കെ കണക്കന്നെ. പക്ഷെ അത് കുറച്ചൊന്ന് പുഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കും കേട്ടോ. അവിടെ ചെറിയ ചെറിയ മലമ്പാമ്പ്, ചേര, പിന്നെ നല്ല തറവാടിയായിട്ടുള്ള ചില പാമ്പുകൾ അങ്ങനെ വരണതുകൊണ്ട് അവിടുത്തെ കാടും ഇതൊക്കെ ഒഴിവാക്കിയതാണ്. ഇത് ഞാൻ ഒരു ദിവസം താമസിക്കുന്നത് ബസ് കയറ്റി വിടാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് പറിച്ച ചെറിയ ഒരു കോലമറിയത്തിൻ്റെ തൈയായിരുന്നു. ഇയാൾ വളർന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അപ്പോൾ ഞാൻ അതിനെ വലിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. ഇനി ഒന്ന് വെട്ടി കൊടുക്കണം. പൂവുണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കൊലമറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പിങ്ക് ഇങ്ങനെ കൊലയായിട്ടുണ്ടാവണ പൂവ് നമ്മുടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ മാറ്റി കൊണ്ടുവന്ന പവർ പ്ലഗ്. അപ്പോൾ ഇത് കറക്റ്റ് സ്യൂട്ടബിളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ആ ബേബി ബ്ലാങ്കറ്റ് ഇന്നലെ ഞാൻ കുറച്ച് കണ്ടിന്യൂ ചെയ്തതാണ്, വേറെ ഒരു പീച്ച് ഷെയ്ഡ് ഇട്ടിട്ട്. അപ്പോൾ ഈ പിങ്കും പീച്ചുമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എടുക്കുന്നത്. 4mm നീഡിലാണ് യൂസ് ചെയ്യണത്. ഇതൊന്ന് കഴിഞ്ഞ് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. കുറച്ച് സമയം പിടിക്കും ഇത് തീരാനായിട്ട്. എന്തായാലും ഒഴിവുള്ളപ്പോൾ ചെയ്യണം. അങ്ങനെ പിന്നെ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ ഞാൻ 1-2 ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് വൈൻഡ് ചെയ്യും. കാണുന്നുണ്ടോ? ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇതൊന്ന് അയൺ ചെയ്യണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് ഡ്രോയിങ് എങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കണം. ഓൾറെഡി 2 മണിയായി. ഇനിയിപ്പോൾ 2 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അലക്കാനിട്ടിട്ടുണ്ട്, ചെടി നടണം. ഇതിൻ്റെ ഡ്രോയിങ് എങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. ഞാൻ ആ കാട്ടിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന ചൈനീസ് വയലറ്റും അതല്ലാതെ മറ്റേ പൂവുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇവിടെ കുഴിച്ചിട്ടു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ജീവൻ വയ്ക്കാൻ വേണ്ടി മഴ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പുറത്തേക്ക് വെച്ചിരുന്ന ചെടികൾ ഞാൻ തിരിച്ച് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിൽ ഉണ്ട്, മഴയൊന്നുമില്ല, നല്ല വെയിൽ തന്നെയാണ്.
പിന്നെ ഇതാ ഇവിടെ ഇരുന്ന് ഈ ചെടികൾക്ക് കുറച്ചൊന്ന് നനച്ചു കൊടുത്തു. ഇതെനിക്ക് അമ്മ ആദ്യം തന്ന ചെടിയാണ് കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന പാത്രത്തോടെ അടക്കം, ചെടി മാത്രമല്ല പ്ലാന്റ് ഇതടക്കം പോട്ടടക്കം ഇതാദ്യം നമ്മൾ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഇവിടേക്ക് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട് ഈ ബീമിലേക്ക്. ഇതിൻ്റെ അപ്പുറത്തെ അറ്റത്തുനിന്ന് വേറൊരാളെ ഞാനങ്ങനെ പടർത്തി കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. മൊത്തം 3 ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട് അപ്പം എൻ്റെ അടുത്ത്. ഇത് കുറച്ചുകൂടി യെല്ലോയിഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റാണ്. മറ്റേത് സാധാരണ കാണുന്നൊരു മണി പ്ലാന്റ്. സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുന്നത് ഒരു വൈറ്റ് ലൈൻ വരുന്ന മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇയാൾ ഇതാ ഇവിടെ നിന്ന് ഈ തൂണിലൂടെ പടർന്ന് ഈ അറ്റത്ത് നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മറ്റാൾ പടർന്ന് ഒരു കാഭാഗത്തിനേക്കാൾ കൂടുതൽ, മുക്കാഭാഗമല്ല കാഭാഗത്തിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ 2 പേര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വന്ന് മീറ്റ് ചെയ്ത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇറങ്ങിപ്പോകണം. അപ്പോഴത്തേക്ക് ആ ബീം ചുറ്റും മണി പ്ലാന്റ് പടർന്ന് നല്ല ഭംഗിയിൽ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ ഞാൻ ഈ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ട് വേണം അതിൽ അതിൻ്റെ നെക്കിലുള്ള ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പ്ലെയിനായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഹാഫ് സൈഡ് നെക്ക് വരച്ചിട്ട് ചെറിയൊരു ഡിസൈൻ, ഒരു ചെറിയൊരു ഔട്ട്ലൈനായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിലാക്കിയിട്ട് നമ്മുടെ നെക്കിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം. നമുക്ക് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ നോക്കി വരയ്ക്കുകയാവാം. പക്ഷെ ട്രേസ് ചെയ്യാവും നല്ലത്. കാരണം എന്താ വെച്ചാൽ 2 ഭാഗത്തും നമുക്ക് ഒരേപോലെ കിട്ടണതാണ് ഭംഗി ഉണ്ടാവുക. കാരണം 2 സൈഡിൽ വരയ്ക്കുമ്പോൾ സിമെട്രി ആയിട്ട് വരച്ചാലാണ് നന്നാവുക. ഞാൻ റഫായിട്ട് ആ ഒരു നെക്കിൻ്റെ ഒരു ഹാഫ് സൈഡ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു HB പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്കത് വിസിബിൾ ആവാത്തത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ടുള്ള പെൻസിൽ വെച്ചിട്ട് അതൊന്നും കൂടെ തെളിച്ച് വരയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നെക്കിൻ്റെ അകലം വരച്ചത് ഒരു 1/2 ഇഞ്ച് അഡീഷണൽ ആയി പോയിട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് മേലത്തെ ഭാഗം കട്ടായി പോവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നെക്കിൻ്റെ കൃത്യമായിട്ടുള്ള അത് നോക്കിയിട്ട് വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു സാധനം ആയതുകൊണ്ടാണ് ഇത്ര മെനക്കെടായത് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിലേക്ക് അങ്ങ് വരച്ചാൽ മതി. പിന്നെ ഈ ഒരു ഇത് പാറ്റേൺ വെച്ചിട്ട് ക്ലോത്തിലേക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ കുഴപ്പമില്ല, വരയ്ക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാർബൺ പേപ്പറോ ഹീറ്റ് ഇറേസബിൾ റീഫിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റിച്ചിങ് വൈകണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റെഫറൻസ് കാണിച്ചിരുന്നല്ലോ, അതുപോലെ ലുക്ക് ലൈക്ക് ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ആക്കാനല്ല, ആ ഒരു കളർ ഷെയ്ഡും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ഡിസൈൻ്റെ ഒരു ഐഡിയയും പിന്നെന്താണ് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ടൈപ്പിൽ നെക്കിൽ ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് വരുന്ന ആ ഒരു രീതിക്ക് കേട്ടോ. അതിപ്പോൾ ഇങ്ങനൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ ഒരു നെക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. പക്ഷേ താഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മൾ ബോക്സ് പ്ലേറ്റ് ഇട്ടതിൻ്റെ താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ഫ്ലവറും കൂടെ വരയ്ക്കുന്നുണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ ഇത് വേറെ വരയ്ക്കേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും സിമെട്രിക്കലായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് 2 സൈഡിലും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ചിട്ട് ട്രേസ് ചെയ്യുന്നതാവും നന്നാവുക കേട്ടോ. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തിട്ടൊന്ന് ഡ്രസ്സിലൊന്ന് അലൈൻ ചെയ്ത് വെച്ച് നോക്കാം എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട്, മാറ്റി വരയ്ക്കണോ വേണ്ടേ, എന്താ അവസ്ഥ എന്നുള്ളത് കേട്ടോ. അധികം എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ട് ഈ ഷീറ്റ് തന്നെ അങ്ങ് യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ട്രേസ് തന്നെയാണ് നല്ലതെന്ന്. അപ്പോൾ അത് ഒരു സൈഡിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കായിരുന്നു, ഡ്രസ്സിലേക്ക് നേരിട്ട് വരയ്ക്കായിരുന്നു. ഇതിപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് സിമെട്രിക്കലായിട്ട് വരേണ്ടത് കൊണ്ട് ഞാനിത് ട്രേസ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ ഒരു കാർബൺ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓൾറെഡി ഇത് ലെങ്തി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. താങ്ക് യു.